write code for finding the sum of the series given below after accepting the value of n as input. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ സീരീസ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇത് ഒരു ടേം ആണ്. ഈ വരച്ച് ഈ ഗ്രീൻ കളർ ലൈൻ ഉള്ളത് ഒരു ടേം ആണ്. ഇത് രണ്ടാമത്തെ ടേം ആണ്. ഇത് മൂന്നാമത്തെ ടേം ആണ്. ഇത് നാലാമത്തെ ടേം ആണ്. ഇത് എന്നാമത്തെ ടേം ആണ്. അപ്പോൾ ഒരു ഫോർ ലൂപ്പ് കറങ്ങുമ്പോൾ i1 ആവും. 1 ആവുമ്പോൾ ഞാൻ ഈ ടേം കണ്ടുപിടിക്കും. i2 ആവുമ്പോൾ നമ്മൾ ഈ ടേം കണ്ടുപിടിക്കും. i3 ആവുമ്പോൾ നമ്മൾ ഈ ടേം കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ ഐഡിയ. നോർമലി ഇതിന് മുന്നത്തെ എല്ലാ പ്രോബ്ലം ചെയ്തത് അങ്ങനെയായിരുന്നു അല്ലേ? ഓക്കെ, n ഇൻപുട്ട് ആയിട്ട് തന്നിട്ടുണ്ട്. എത്ര ടേംസ് ഉണ്ടെന്നുള്ളത് ഇൻപുട്ട് ആയിട്ട് തന്നിട്ടുണ്ട്. സമ്മ് 0 ആക്കി. n ടേംസ് ആണെങ്കിൽ 4 ടേംസ് ആണെങ്കിൽ i1 2 3 4 പ്രാവശ്യം കറങ്ങണം. അതിനാണ് ഫോർ i ഇൻ റേഞ്ച് 1 to n+1. ടേം 0 ആക്കി. ഇനി നമ്മുടെ പ്രശ്നം i1 ആവുമ്പം നമുക്ക് ഇത്രയും സമ്മ് കണ്ടുപിടിക്കണം. i2 ആവുമ്പം ഇത്രയും സമ്മ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, ഒരു ജെ ലൂപ്പിനെ ഇറക്കാം. i2 ആവുന്നു, ജെ 1 മുതൽ 2 വരെ ഓടുന്നു. ഇങ്ങനെ വേണമെങ്കിൽ ആക്കാം. i1 ആവുന്നു, ജെ 1 വരെ ഓടുന്നു. ഇവിടെ ജെ 1 മുതൽ ജെ 1, ജെ 2, ജെ 3. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ഒരു ലൂപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ജെയും കൂടെ വെച്ചിട്ട് നമുക്ക് ഇതിനെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ അങ്ങനെ ആ ടേമിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം, ഓരോ ടേമിനും. ഓക്കെ, ഐ 2 കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴേ ഒരു ടേം ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് ടേമിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഒരു ലൂപ്പ് എഴുതാം. ഫോർ ജെ ഇൻ റേഞ്ച് എവിടുന്ന് എവിടം വരെ? 1 മുതൽ എവിടം വരെ പോകണം? n+1 വരെ പോകണോ? വേണ്ട. i 2 ആവുമ്പോൾ ജെ 2 വരെ പോയാൽ പോരെ? ജെ 1 മുതൽ 2 വരെ പോയാൽ മതി. i വരെ പോയാൽ മതി അല്ലേ? സോ i വരെ പോകാനായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? i+1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ മാറുന്ന ഓരോ ജെയ്ക്കും അല്ലേ? ഇപ്പൊ ഇത് ഇത്രയും കയറുമ്പോഴത്തേക്ക് നമുക്കൊരു ആ ടേമിലേക്ക് നമുക്ക് ഈ ജെ എല്ലാം കൂടെ ആഡ് ചെയ്ത് വെക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ടേം കിട്ടത്തില്ലേ? ഐ തീരുമ്പോഴത്തേക്ക് ഒരു i2 കഴിയാറാവുമ്പോഴത്തേക്ക് നമുക്ക് ആ ടേം കിട്ടത്തില്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ടേം ഇതകത്തോട്ടാണേ. ടേം ഈസ് ഈക്വൽ ടു ഇതാണ് ഇനിഷ്യലൈസേഷൻ, ടേമിന്റെ ഇനിഷ്യലൈസേഷൻ. അതായത് ഓരോ ടേം വരുമ്പോഴും ഇനിഷ്യലൈസ് ചെയ്തിട്ടാണ് ജെ ലൂപ്പിലോട്ട് കയറുക. ജെ ലൂപ്പ് 1 മുതൽ i വരെ കറങ്ങുന്നു. അപ്പൊ നമുക്ക് ടേം അങ്ങ് ആഡ് ചെയ്താൽ പോരെ? ആ സമയത്ത് പുതിയ ടേം ഈസ് ഈക്വൽ ടു പഴയ ടേം പ്ലസ് എന്താണ്? ജെ അല്ലേ? അപ്പൊ ടേം 0 ആക്കി കയറുന്നു. ആദ്യം ഇത് ആഡ് ചെയ്യുന്നു, പിന്നെ ഇത് ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആ ടേം കിട്ടി അല്ലേ? ആ ടേം കിട്ടി. ആ ടേം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിന്റ് അടുപ്പിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ സമ്മിലേക്ക് ആഡ് ചെയ്യുന്നു. പ്രിന്റ് അടുപ്പിക്കുന്നില്ല, സമ്മിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പം അങ്ങനെ കിട്ടിയ ഓരോ ടേമും, ഇപ്പോൾ ജെ ലൂപ്പിലാണ് ഈ ടേമുകളെ കണ്ടുപിടിക്കുന്നത്. ഐ എന്ന് പറയുന്നത് എത്ര ടേം ഉണ്ടെന്നുള്ളത് കാൽക്കുലേഷൻ ആണ്. ഓക്കെ, i1 ആവുമ്പോൾ ഫസ്റ്റ് ടേം, i2 ആവുമ്പോൾ സെക്കൻഡ് ടേം, i3 ആവുമ്പോൾ തേർഡ് ടേം. i3 ആവുമ്പോൾ ആ 1 + 2 + 3 കണ്ടുപിടിക്കുന്ന ആളാണ് ഈ ജെ ലൂപ്പ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ആ ജെ ലൂപ്പ് കഴിയുമ്പോഴത്തേക്ക് 1 + 2 + 3 കിട്ടി. ഇനി ആ കിട്ടിയ ആ സമ്മില്ലേ, 3 + 2 + 1 അല്ലേ? 6 എന്ത് ചെയ്യണം? സമ്മിലേക്ക് ആഡ് ചെയ്ത് വെക്കണം. അതാണ് s = s+ ടേം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് s അടിച്ചു കഴിഞ്ഞാൽ ആൻസർ ആയി. ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ നോക്കിക്കേ. ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ? ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞേ. എല്ലാ ടെസ്റ്റ് കേസും പാസ്സാവുന്നുണ്ടോ? കഴിഞ്ഞോ? എന്തായി അവസ്ഥ? റെസ്പോണ്ട് ചെയ്തേ. hackerrank.com/csaptitude-1K 2N 5 ആണ് എടുക്കേണ്ടത് കേട്ടോ. ബോർഡിലുണ്ട്, ടോപ്പിലുണ്ട്, നോക്കുക. നാല് സാമ്പിളിൽ 2 സാമ്പിളേ പാസ്സാവുന്നുള്ളൂ അല്ലേ? അങ്ങനെയാണോ? സബ്മിറ്റ് ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം പാസ്സാവുന്നുണ്ട്, ശരിയാണോ?
ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. യെസ്. ലിയോ, എന്താ അവസ്ഥ? മൊത്തം പാസ്സായോ? ആ വലിയ ടെസ്റ്റ് കേസ് ഒന്നും പാസ്സാവുന്നില്ലല്ലോ അല്ലേ? ഇല്ല സാർ, പാസ്സാവും. ആ, സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാം പാസ്സാവുന്നുണ്ട്. സാമ്പിള് 2 പാസ്സാവുന്നില്ല അല്ലേ? സാമ്പിള് 2 പാസ്സാവാത്തതിന്റെ കാരണം ഇത് n² ആണ് ടൈം കോംപ്ലക്സിറ്റി. ഓക്കെ, ആദ്യം n തവണ ഓരോന്നും 1 1 പ്ലസ് പിന്നെ 2 1 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് അപ് ടു n വരെ പോവുക അല്ലേ? അപ്പൊ അതിന്റെ സമ്മേഷൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത് n × n+1 ഡിവൈഡ് ബൈ 2 ആണ്. അൾട്ടിമേറ്റ്ലി അത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ബിഗ് O ഓഫ് n² ആണ് ഇതിന്റെ ടൈം കോംപ്ലക്സ്. ഇത് n² ചെയ്താൽ പാസ്സാവത്തില്ല. ഇത് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ബിഗ് O ഓഫ് n ചെയ്യണം. ബിഗ് O ഓഫ് n ചെയ്യണം. അതായത് വലിയ നമ്പർ n കൊടുത്തപ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് ടൈം ലിമിറ്റ് എക്സീഡ് എറർ വന്നതാ. ഇത് ബിഗ് O ഓഫ് n ചെയ്താലേ പാസ്സാവത്തുള്ളൂ. ഇതിനി ബിഗ് O ഓഫ് n ചെയ്യണമെങ്കിലേ നമ്മൾ എന്താ ചെയ്യുക? ബിഗ് O ഓഫ് n ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലൂപ്പ് കളയണം. ഈ ലൂപ്പ് എന്തിനാ നമ്മൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള സംഭവം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്? ഇവിടെ നിന്ന് ടേം ഇനിഷ്യലൈസ് ചെയ്ത് ഈ ലൂപ്പ് പ്ലസ് ഈ ടേം ഇനിഷ്യലൈസ് ചെയ്ത് അകത്ത് കയറി ഈ ലൂപ്പ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്? ഈ ടേം കാൽക്കുലേഷൻ അല്ലേ, ഇത്രയും കൂടെ ആഡ് ചെയ്യാനല്ലേ നമ്മൾ ഉപയോഗിച്ചത്. അത് ആ ലൂപ്പ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? അത് ആ ലൂപ്പ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? ജെ ലൂപ്പ് ഇല്ലാതെ ആ ടേം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? 1 + 2 + 3 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ആരെങ്കിലും? പറ്റില്ലേ? ഇതൊരു ഇതല്ലേ നമ്മൾ സ്കൂളിൽ പഠിച്ച ഒരു ഇതല്ലേ, 1+. എന്താ? നാച്ചുറൽ നമ്പറിന്റെ സമ്മതാണ്. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. 1 + 2 + 3 എന്ന് പറഞ്ഞാൽ 1 മുതൽ 3 വരെയുള്ള സമ്മ് കാണാൻ പറഞ്ഞാൽ n × n+1 ഡിവൈഡ് ബൈ 2 അല്ലേ. 3 × n+1 എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ 2, 12 ഡിവൈഡ് ബൈ 2, 6. ശരിയല്ലേ? ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 6 അല്ലേ? ആക്ച്വലി അത് n × n+1 ഡിവൈഡഡ് ബൈ 2 അല്ലേ ആ ഫോർമുല. ആ ഫോർമുല ഈ ജെ ലൂപ്പിന് പകരം ആ ഫോർമുല ഇട്ട് കൊടുത്താലോ അല്ലേ? ജെ ലൂപ്പിന് വേറെ ഫോർമുല ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. n × n+1 ഡിവൈഡ് ബൈ 2 ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ i3 ആവുമ്പോൾ 1 + 2 + 3 വരെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. i4 ആവുമ്പോൾ 1 + 2 + 3 + 4 വരെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഓരോ ഐക്കും ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? i4 ആവുമ്പോൾ ഈ 4 ആഡ് ചെയ്യണം. അപ്പം അവിടുത്തെ n എന്താണ്? i ആണ് അല്ലേ? i ആണ്. അപ്പൊ നമ്മൾ ഇതിന് പകരം എന്താ കൊടുക്കണ്ടേ? ടേം ഈസ് ഈക്വൽ ടു i × അല്ലേ, i × i+1 ഡിവൈഡഡ് ബൈ 2. ഇതിന് പകരം ഈ ടേം 0 ആക്കിയിട്ട് ഈ ജെ ലൂപ്പിന് പകരം i × i+1 ഡിവൈഡ് ബൈ 2 എന്ന് ചെയ്ത് നോക്കിക്കേ. ബാക്കിയെല്ലാം സെയിമാ. പാസ് ആവുന്നുണ്ടോ നോക്കിക്കേ. ബോർഡിൽ കോഡുണ്ട്, നോക്കിക്കോളൂ കേട്ടോ. പാസ്സാവുന്നുണ്ടോ? ഇന്നർ ലൂപ്പ് ഒഴിവാക്കി കളഞ്ഞു കേട്ടോ. ജെ ലൂപ്പ് ഒഴിവാക്കി കളഞ്ഞു. അതിന് പകരമായിട്ട് ടേം ഈസ് ഈക്വൽ ടു i × i+1 ഡിവൈഡ് ബൈ 2. i എവിടുന്നാ വന്നേ? ആക്ച്വലി അത് n × n+1 ഡിവൈഡ് ബൈ 2 ആണ്. പക്ഷെ ഓരോ ഐക്കും അനുസരിച്ച് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം. i 1 ആവുമ്പോൾ സമ്മ് ഫസ്റ്റ് 1 വരെയുള്ള നമ്പേഴ്സ്, സമ്മ് 3 അല്ല എന്താണ് n3 ആവുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ടേം ആണ് കണ്ടുപിടിക്കണമെങ്കിൽ 1 + 2 + 3 അല്ലേ. അപ്പം ആ i മാറുന്ന അനുസരിച്ച് i 3 ആണെങ്കിൽ i × i+1 ബൈ 2 ആണ്. i 4 ആണെങ്കിൽ 4 വരെയുള്ള സമ്മല്ലേ കാണണ്ടേ. i × i+1 ഡിവൈഡ് ബൈ 2. കിട്ടിയോ ലിയോ? കിട്ടിയോ? ബാക്കിയുള്ളവരൊക്കെ എന്ത് പറയുന്നു? കഴിഞ്ഞവർ ഡൺ അടിച്ചേ. എല്ലാം പാസ്സാവുന്നില്ലേ?
ഇനി നിങ്ങൾ വലതുവശം നോക്കുവാണെങ്കിൽ വേറൊരു കോഡ് കാണുന്നുണ്ടോ? രണ്ടും സെയിമാ. ഈ ഈ ഈ ഇതിപ്പോ ഇവിടെ നമ്മൾ എന്താ ഉപയോഗിച്ചത്? ഇവിടെ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചത്. ഫോർമുല ഉപയോഗിച്ച് ഇപ്പൊ ഈ ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് എന്നിലോട്ട് മാറ്റി. ഈ ഫോർമുല ഉപയോഗിച്ച് അകത്തെ ലൂപ്പ് ഒഴിവാക്കിയിട്ട് ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് എന്നിലോട്ട് മാറ്റി. അപ്പൊ എഫിഷ്യന്റ് ആയപ്പോഴത്തേക്ക് സംഭവം റൺ ചെയ്യാൻ തുടങ്ങി. അതല്ലെങ്കിൽ വേറൊരു മാർഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ ഇങ്ങനെയല്ലേ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. അതായത് ഇത് ഫസ്റ്റ് ടേം ആണ്, ഐ ഈക്വൽ ടു 1 ആവുമ്പോൾ ഞാൻ ആ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കും, ഐ ഈക്വൽ ടു 2 ആവുമ്പോൾ ഞാൻ സെക്കൻഡ് ടേം കണ്ടുപിടിക്കും, ഐ ഈക്വൽ ടു 3 ആവുമ്പോൾ ഞാൻ തേർഡ് ടേം കണ്ടുപിടിക്കും, ഐ ഈക്വൽ ടു 4 ആവുമ്പോൾ ഞാൻ ഫോർത്ത് ടേം കണ്ടുപിടിക്കും. അല്ലെ? ഈ ടേം കണ്ടുപിടിക്കാൻ നിങ്ങൾ തുടക്കം മുതലേ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. ഏത് ജെ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതുകൊണ്ടാണ് പ്രശ്നം വന്നത്. അല്ലെ? പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ ഇത് മനസ്സിലാവും. ഈ ടേം എന്ന് പറയുന്നത് ഈ ടേം എന്ന് പറയുന്നത് പഴയ ടേം. ഇതാണ് പഴയ ടേം. ഐ ഈക്വൽ ടു 3 ആകുമ്പോൾ ഇത്രയാണ് കൂട്ടുന്നതാണല്ലോ ടേം. 4 3 2 5 1 6 6ആണ് ആ ടേം. ആ 6ന്റെ കൂടെ 4ഉം കൂടെ കൂട്ടിയാൽ നെക്സ്റ്റ് ടേം ആവില്ലേ? അതായത് 1 + 2 + 3യുടെ കൂടെ ഈ 1 + 2 + 3 പിന്നെ വീണ്ടും കൂട്ടാതെ ഈ 4 മാത്രം കൂട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്താ അടുത്ത ടേം കിട്ടത്തില്ലായിരുന്നോ? പഴയ ടേമിന്റെ കൂടെ ഈ ഐ കൂട്ടിയാൽ പുതിയ ടേം കിട്ടത്തില്ലായിരുന്നോ എന്നാ ചോദ്യം. അതായത് പഴയ ടേം എന്ന് പറയുന്നത് 1 + 2 ആ. അതിന്റെ കൂടെ നമുക്ക് അടുത്ത ടേം കണ്ടുപിടിക്കാനായിട്ട് 1 + 2ന്റെ കൂടെ ഈ മൂന്നാമത്തെ ടേമും കൂടെ, അല്ലെ, ഐ 3 ആണെങ്കിൽ ആ ഐയും കൂടെ കൂട്ടിയാൽ പോരെ? അപ്പൊ നമുക്ക് അടുത്ത ടേം കിട്ടത്തില്ലേ? ആദ്യം പോലും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. അങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. ഓക്കെ, ടേം ഇനിഷ്യലൈസ് ചെയ്തു, പുതിയ ടേം ഈസ് ഈക്വൽ ടു പഴയ ടേം പ്ലസ് ഐ എന്നാക്കി. അപ്പം പഴയ ടേം അറിയാമെങ്കിൽ തൊട്ടടുത്ത ഐയുടെ വാല്യൂം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പുതിയ ടേം കിട്ടും. ശരിയല്ലേ? 1 + 2 + 3 നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത് അറിയാമെങ്കിൽ അടുത്ത ഐ ഈക്വൽ ടു 4 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ 4ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത ടേം കിട്ടത്തില്ലേ? കിട്ടും. ആ ഐഡിയ മനസ്സിലായെങ്കിൽ റിസൾട്ട് ചെയ്. രണ്ടാമത്തെ ഐഡിയ മനസ്സിലായെങ്കിൽ റിസൾട്ട് ചെയ്, അല്ലെങ്കിൽ ചോദിച്ചേ. രണ്ട് രീതിയിലും ചെയ്യാം. രണ്ട് രീതി ചെയ്താലും അത് പാസ്സാവും കേട്ടോ. രണ്ടാമത്തെ രീതിയിലൊന്ന് ചെയ്ത് നോക്കിക്കേ പാസ്സാവുന്നുണ്ടോ എന്ന്. ആ ഫോർമുല മാറ്റിയിട്ട് ടേം ഈസിക്കൽ ടേം പ്ലസ് ഐ എന്ന് അടിച്ച് നോക്കിക്കേ പാസ്സാവുന്നുണ്ടോ എന്ന്. പാസ്സായോ? പാസ്സായെങ്കിൽ യെസ് എന്നടിക്കൂ. ഓക്കെ, വെരി ഗുഡ്. എന്നാ അടുത്ത ക്വസ്റ്റ്യൻ എടുത്തോ. അടുത്ത ക്വസ്റ്റ്യൻ ബേസിക് സീരീസ് 6 ആണ്. റൈറ്റ് കോഡ് ഫോർ ഫൈൻഡിങ് ദ സം ഓഫ് സീരീസ് ഗിവൺ ബിലോ ആഫ്റ്റർ അക്സെപ്റ്റിംഗ് ദ വാല്യൂ ഓഫ് എൻ ആസ് ഇൻപുട്ട്. എൻ നമ്പർ ഓഫ് ടേംസ് ആണ്. ഓക്കെ, നമുക്ക് ഇതാ കാണണ്ടേ. നമ്മൾ സാധാരണ രീതി ചെയ്യുന്ന പോലെ നമ്മളൊരു ലൂപ്പ് ഇടുന്നു. ഐ ഈക്വൽ ടു 1 ആവുമ്പോൾ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഐ ഈക്വൽ ടു 2 ആവുമ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, ഐ ഈക്വൽ ടു 3 ആവുമ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഐ ഈക്വൽ ടു 4 ആവുമ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഐ ഈക്വൽ ടു n ആവുമ്പോൾ nth ടേം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഐഡിയ. ഓക്കെ, ഇനി നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി ഈ ഫസ്റ്റ് ഈ ടേം എങ്ങനെ കിട്ടുക എന്നുള്ളതാണ്. എൻ്റെ ടേമുകൾ തമ്മിലുള്ള കണക്ഷൻ. ഇത് പ്ലസ് സൈൻ മാറുന്നുണ്ട്. സൈൻ മാറുന്നത് നമുക്ക് പിടിക്കാനായിട്ട് ആ ഇൻറ്റു സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പരിപാടി നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, അത് വലിയ പ്രശ്നമില്ല. അത് നമുക്ക് അവസാനം ആലോചിക്കാം. പിന്നെ ഈ ടേമുകൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് ടേം 2 7 അത് ഫസ്റ്റ് അത് വേണം, അത് കിട്ടി. ഫസ്റ്റ് ടേം കിട്ടിയ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എങ്ങനെയാ? 2 + 3 = 5. ശരിയല്ലേ? 5 + 3 = 8. ന്യൂമറേറ്ററിന്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ന്യൂമറേറ്റർ കിട്ടും അല്ലേ? ഡിനോമിനേറ്ററിന്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡിനോമിനേറ്റർ കിട്ടും അല്ലേ? +4. 15ന്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 19 കിട്ടും. ഓക്കെ, അപ്പം മുകളിൽ ന്യൂമറേറ്റേഴ്സിന്റെ കൂടെ 3 കൂട്ടുകയും ഡിനോമിനേറ്റേഴ്സിന്റെ കൂടെ 4 കൂട്ടുകയും ചെയ്ത് നമുക്ക് അടുത്തടുത്ത ടേം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ടേം കാൽക്കുലേഷൻ ആണ് ആക്ച്വലി ബുദ്ധി ഉപയോഗിക്കേണ്ടത്. നേരത്തെ നമ്മളിവിടെ ടേം കാൽക്കുലേറ്റ് ചെയ്യാനായി ഇത്രയും ആഡ് ചെയ്തിട്ടുള്ള ടേം കിട്ടണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും ബുദ്ധി ഉപയോഗിക്കണം. ബാക്കിയൊക്കെ പരിപാടികളൊക്കെ സെയിം ആണ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി ഈ 2/7 അടുത്ത പ്രാവശ്യം 5/11 ആയി മാറുന്നുണ്ട്.
2ന്റെ കൂടെ 3 കൂട്ടിയാൽ 5 കിട്ടും, 7ന്റെ കൂടെ 4 കൂട്ടിയാൽ 11 കിട്ടും. അപ്പം ഓരോ കറക്കത്തിലും പുതിയ ടേം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേരിയബിൾ മാറ്റണം അല്ലെ. ഇതിപ്പോ കോൺസ്റ്റന്റ് ആക്കി ഇരുന്ന് കഴിഞ്ഞാൽ 3 കൂട്ടാൻ പാടല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ടെടുത്ത് എവിടെ വെക്കുന്നു, ജെയിലോട്ട് വെക്കുന്നു. ഏതെങ്കിലും വേരിയബിളിനെയും വെക്കാം കേട്ടോ. പിന്നെ 7 എടുത്ത് കെയിലോട്ട് വെക്കുന്നു. ഓക്കെ, ഈ രണ്ടെടുത്ത് ജെയിലോട്ട് വെച്ചു, 7 എടുത്ത് കെയിലോട്ട് വെച്ചു. എന്താ പ്രയോജനം അതുകൊണ്ട്? നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ജെ ഈക്വൽ ടു ജെ പ്ലസ്, ഇപ്പൊ ഇരിക്കുന്ന ജെ പ്ലസ് 3 അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അടുത്ത ന്യൂമറേറ്റർ കിട്ടും. കെ ഈസ് ഈക്വൽ ടു കെ പ്ലസ് 4 അടിച്ചാൽ എന്ത് കിട്ടും? അടുത്ത ഡിനോമിനേറ്റർ കിട്ടും. അപ്പൊ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഫസ്റ്റ് വാല്യൂ എടുത്ത് നമ്മളൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അത് നമുക്ക് അടുത്ത ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണ് ഐഡിയ. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവസാനം വന്നപ്പോൾ സൈൻ മാറ്റാനുള്ള പരിപാടിയും കൂടെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം കൂടെ നോക്കാനുണ്ട് ഇവിടെ. പ്രിന്റ് ദ ഔട്ട്പുട്ട് വിത്ത് 6 ഡിജിറ്റ് പ്രിസിഷൻ. 6 ഡിജിറ്റ് പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റിന് ശേഷം 6 ഡിജിറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രിന്റ് ഔട്ട്പുട്ട് വിത്ത് 6 ഡിജിറ്റ് പ്രിസിഷൻ, പോയിന്റിന് ശേഷം 6 ഡിജിറ്റ് പ്രിസിഷനോട് കൂടിയാണ് പ്രിന്റ് അടിക്കാൻ. ഓക്കെ, അതൊന്ന് ചെയ്യാൻ ശ്രമിച്ചേ നോക്കട്ടെ. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇനി ചെയ്യാൻ ശ്രമിക്കും. ചെയ്ത് കഴിഞ്ഞിട്ട് ഡൺ എന്ന് അടിക്കും. ചെയ്ത് കഴിഞ്ഞവർ ഡൺ അടിച്ചോളൂ. ഫോർ ലൂപ്പ് കറങ്ങേണ്ടത് n തവണയാണ്, കാരണം n ടേംസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ. ഓരോ കറക്കത്തിലും ഓരോ ടേം കണ്ടുപിടിച്ച് ആഡ് ചെയ്യണം അല്ലേ. സൈൻ മാറ്റാനായിട്ട് സൈൻ ഇൻറ്റു -1. ഇനിഷ്യലി ഞാൻ സൈൻ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് ടേമിന്റെ സൈൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ അവസാനം കറങ്ങി തീരുമ്പം സൈൻ മാറ്റി കൊടുക്കണം, എന്നാലേ അടുത്ത പ്രാവശ്യം കറങ്ങി വരുമ്പോൾ പുതിയ സൈൻ കിട്ടത്തുള്ളൂ കേട്ടോ. ലൂപ്പ് 1 മുതൽ n+1 വരെ വിട്ടോളൂ. ഫോർ i ഇൻ റേഞ്ച് 1 to n+1 എന്ന് പറഞ്ഞാൽ n ടൈംസ് കറങ്ങണം. n+1 കൊടുത്താൽ സ്റ്റോപ്പിന് അനുസരണ ഇല്ലാത്ത കാരണം n തവണ കറങ്ങത്തുള്ളൂ, 1 മുതൽ n വരെ. ഓക്കെ, അപ്പൊ n തവണ. നികിത കിട്ടി അല്ലേ. ബാക്കിയുള്ളവർ ഫസ്റ്റ്. നികിത അടുത്ത ചെയ്ത് തുടങ്ങിക്കോ, അടുത്ത് ട്രൈ ചെയ്തോ. പ്രിസിഷന്റെ പ്രിന്റ് ഞാൻ അവസാനം അടിച്ചു വെച്ചിട്ടുണ്ട്. എഫ് സ്ട്രിങ് വെച്ചിട്ടേ കർലി ബ്രാക്കറ്റ് എസ് എന്ന് പറയുന്ന പ്രിന്റ് അടിക്കണം. കോളൻ 0.6f എന്ന് പറഞ്ഞാൽ പോയിന്റിന് ശേഷം 6 ഡിജിറ്റ് പ്രിസിഷൻ കേട്ടോ. ബാക്കിയുള്ളവർ ട്രൈ ചെയ്യൂ. n തവണ കറങ്ങണം അല്ലേ. എസ് 0 ആക്കി, ഇനിഷ്യലി സമ്മ് 0 ആക്കി, ഈ ജെ എടുത്ത് ഈ 2 എടുത്ത് ജെ ആക്കി, ഈ 7 എടുത്ത് കെ ആക്കി. സൈൻ ഫസ്റ്റ് ടേമിന്റെ സൈൻ പ്ലസ് ആണ്, അതുകൊണ്ട് നമ്മൾ സൈൻ +1 ആക്കി. ലൂപ്പ് n തവണ കറങ്ങണം. സോ 1 to n+1. n+1 കൊടുത്താലേ n തവണ കറങ്ങത്തുള്ളൂ. n ടേംസ് കണ്ടുപിടിക്കണം. ഓരോ കറക്കത്തിലും ഓരോ ടേം ആണ്, അതുകൊണ്ടാണ് n തവണ കറങ്ങുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടേം കണ്ടുപിടിക്കണം. ടേം എന്ന് പറയുന്നത് എന്താണ്? j/k ആണ്, ശരിയല്ലേ? ടേം ഈസ് ഈക്വൽ ടു j/k. ഓക്കെ, ഇനി നമുക്ക് പഴയ സമ്മിന്റെ കൂടെ ഈ പഴയ സം പ്ലസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടേം ആഡ് ചെയ്യണം അല്ലേ. പുതിയ സം ഈസ് ഈക്വൽ ടു പഴയ സം പ്ലസ് സൈൻ ഇൻറ്റു ടേം. സൈൻ ഇൻറ്റു ടേം. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. സൈൻ മാറ്റാനുള്ള പരിപാടി സെറ്റായി. ഇനി എന്താ? ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത കറക്കത്തിന് മുന്നേ ജെ മാറ്റണം, കെ മാറ്റണം, സൈൻ മാറ്റണം. ജെ ഈക്വൽ ടു ജെ പ്ലസ് അടുത്ത 2 കൊണ്ട് കൂടെ 3 കൂട്ടുമ്പോഴല്ലേ 5 കിട്ടുന്നേ. ഓക്കെ, അടുത്ത ന്യൂമറേറ്റർ കിട്ടുന്നത് കേട്ടോ.
j equal to j plus 3, k equal to k plus 4. ഏഴിൻ്റെ കൂടെ 4 കൂട്ടുമ്പോഴല്ലേ 11 കിട്ടുന്നത്. k equal to k plus 4. ഇനി സൈൻ മാറ്റാനുള്ള പരിപാടി. പുതിയ സൈൻ ഈസ് ഈക്വൽ ടു പഴയ സൈൻ ഇൻറ്റു -1. സെറ്റല്ലേ? നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ആദ്യം ടേം കണ്ടുപിടിക്കുന്നു, കണ്ടുപിടിച്ച ടേമിനെ സമ്മിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം സമ്മിന്റെ കൂടെ ആഡ് ചെയ്യാൻ. ജെ കൂട്ടുന്നു, കെ കൂട്ടുന്നു, സൈനിന്റെ മാറ്റുന്നു. സൈൻ ഇൻറ്റു -1 അടിച്ച് സൈനിനെ മാറ്റുന്നു. അവസാനം പ്രിന്റ് പ്രിസിഷൻ വെച്ച് അടിക്കുന്നു. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റിന് ശേഷം 6 ഡിജിറ്റ് പ്രിസിഷൻ. കിട്ടിയെങ്കിൽ ഒരു എസ് അടിച്ചേക്ക്. കഴിഞ്ഞവർ അടുത്ത് ചെയ്തോ, എസ് അടിച്ചിട്ട് അടുത്ത് ചെയ്തോ കേട്ടോ. ഏഴാമത്തെ ചെയ്തോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എടുത്തേ. ഇതാണ് ഏഴാമത്തെ സീരീസ്. റൈറ്റ് കോഡ് ഫോർ ഫൈൻഡിങ് ദ സം ഓഫ് സീരീസ് ഗിവൺ ബിലോ ആഫ്റ്റർ അക്സെപ്റ്റിംഗ് ദ വാല്യൂ ഓഫ് n ആസ് ഇൻപുട്ട്. n ആണ് ഇൻപുട്ട്. n ഇൻപുട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സം ഓഫ് സീരീസ് ഉണ്ടാക്കണം. n ഇപ്പൊ 10 ആണെങ്കിൽ n 10 ആണ് ഇൻപുട്ട് എന്ന് വിചാരിക്കുക. n ഈക്വൽ ടു 10. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? a raised to 2 divided by 2 factorial minus a raised to 4 divided by 4 factorial plus a raised to 6 divided by 4ന്റെ കൂടെ 2 കൂടെ കൂട്ടി 6 factorial 6 factorial. പിന്നെന്താ? മൈനസ് a raised to 8 divided by 8 factorial plus a raised to 10 divided by 10 factorial. ഈ n 10 ആണെങ്കിൽ ഇതാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിന്റെ പാറ്റേൺ എ സ്ക്വയർ അല്ലെ, 2 ഫാക്ടോറിയൽ മൈനസ് 2 4 6 8 10. മൊത്തം എത്ര ടേം ഉണ്ട് ഇവിടെ? ടേംസിന്റെ എണ്ണം അല്ല പറയുന്നത്. n എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് തരുവാണ്. റൈറ്റ് കോഡ് ഫോർ ഫൈൻഡിങ് ദ സം ഓഫ് സീരീസ് ഗിവൺ ബിലോ ആഫ്റ്റർ അക്സെപ്റ്റിംഗ് ദ വാല്യൂ ഓഫ് n ആസ് ഇൻപുട്ട്. ഈ സീരീസിലെ n ആണ് ഇൻപുട്ട്, നമ്പർ ഓഫ് ടേംസ് അല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 10 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്താൽ 10 ടേം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിനകത്ത് 10 ടേം ഉണ്ടോ? 1 2 3 4 5 ടേം ഇല്ല ഉള്ളൂ. ഇൻപുട്ട് 10 ആണെങ്കിൽ 5 ടേം ഇല്ല ഉള്ളൂ. അത് കറക്റ്റായിട്ട് മനസ്സിലായിക്കോ കേട്ടോ. ഓക്കെ, ഇനി അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാൻ ശ്രമിച്ചേ. n തവണ ഓടരുത്, n/2 തവണ ഓടാവുള്ളൂ. ഓക്കെ, കാരണം 10 ടേംസ് ഇല്ലല്ലോ, 5 ടേംസ് ഇല്ല ഉള്ളൂ. അത് ശ്രദ്ധിക്കണം കേട്ടോ. ട്രൈ ചെയ്തേ. ഞാൻ അവിടെ ലൂപ്പ് കൊടുത്തേക്കുന്നുണ്ടോ? 2 വെച്ചിട്ട്, ഈ 2 എനിക്ക് ഉപയോഗിക്കാനാണ് ഇവിടെ. 2 സ്കിപ്പ് ചെയ്യുന്നത് 2 വെച്ചിട്ടാ. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ് നോക്കണം ഇവിടെ. ഇത് സ്റ്റാർട്ട്, ഇത് സ്റ്റോപ്പ്, ഇത് സ്റ്റെപ്പ്. ഇത്രയും നാൾ നമ്മൾ സ്റ്റെപ്പ് 1 കൊടുത്തിരുന്നത്. ഇപ്പൊ സ്റ്റെപ്പ് 2 എന്തുകൊണ്ടാ? കാരണം 2 ചാടി 4 ആവണം, 4 ചാടി 6 ആവണം, 6 ചാടി 8 ആവണം അല്ലെ? അങ്ങനെ പോകണം. ഇവിടെയും 2 4 അല്ലെ, അങ്ങനെയാ പോകുന്നത്. അപ്പൊ എനിക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെയും 2 ഇവിടെയും 2 ഇവിടെയും 4 ഇവിടെയും 4 അങ്ങനെയാണെങ്കിൽ i ആയിട്ട് ഉപയോഗിച്ചൂടെ അതിനെ? a raised to i ഫാക്ടോറിയൽ അങ്ങനെ ചെയ്തൂടെ? യെസ് യെസ്.
ഇനി ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ നിങ്ങൾ കോഡ് എഴുതണ്ട. ഞാൻ ഇമ്പോർട്ട് മാത്ത് ചെയ്തിട്ടുണ്ട്. മാത്ത് ഡോട്ട് ഫാക്ടോറിയൽ ഓഫ് ഐ എന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടിക്കോളും. ഇനി നിങ്ങൾ ട്രൈ ചെയ്തോ, ശരിയാക്കാൻ ശ്രമിക്കും. ടേം കണ്ടുപിടിക്കൂ, സമ്മിന്റെ കൂടെ സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, സാറിന് സൈൻ മാറുന്നുണ്ടേ. ഫസ്റ്റ് ടേമിന്റെ സൈൻ ആക്കി നമ്മൾ +1 ആക്കി, പിന്നെ സൈൻ മൾട്ടിപ്ലൈ ചെയ്യണം, സൈൻ മാറ്റണം, സൈൻ മൾട്ടിപ്ലൈ ചെയ്യണം, സൈൻ മാറ്റണം, പിന്നെ കേട്ടോ. 3 കാര്യങ്ങൾ. ടേം കണ്ടുപിടിക്കണം, സമ്മിലേക്ക് ആഡ് ചെയ്യണം, സമ്മിലേക്ക് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ, പിന്നെ സൈൻ മാറ്റണം. ഈ 3 കാര്യങ്ങൾ ചെയ്തേ. കഴിഞ്ഞെങ്കിൽ ഡൺ അടിച്ചോളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിസിഷൻ ഉണ്ട് കേട്ടോ. പോയിന്റിന് ശേഷം 1 ഡിജിറ്റ് പ്രിസിഷൻ, അത് നോക്കിക്കോണേ. പോയിന്റിന് ശേഷം 1 ഡിജിറ്റ് പ്രിസിഷൻ. നികിത കഴിഞ്ഞു, വെരി ഗുഡ്. നികിത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. ഒരു സീരീസ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് TCSE ചോദിച്ചിട്ടുള്ള സീരീസ് 8 തന്നെ ചെയ്യും കേട്ടോ. പാറ്റേൺ നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. അഭിരാമി കഴിഞ്ഞു, വെരി ഗുഡ്. ബാക്കിയുള്ളവരൊക്കെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തേ. അഭിരാമി അടുത്ത ദിവസം ചെയ്തോ. ലിയോ ഡെന്നി കഴിഞ്ഞു, അടുത്ത ദിവസം ചെയ്തോടാ. ബാക്കിയുള്ളവർ നമ്മൾ എവിടെ ചെയ്യേണ്ട, ടേം കണ്ടുപിടിക്കാൻ മതി അല്ലേ. ടേം കണ്ടുപിടിക്കാം. ടേം ഈസ് ഈക്വൽ ടു a raised to I അല്ലേ. ടേം ഈസ് ഈക്വൽ ടു a raised to I. a സ്ക്വയർ അല്ലേ. ഐയുടെ ഇനിഷ്യൽ വാല്യൂ 2 അല്ലേ. 2, 4 ഇങ്ങനല്ലേ പോകുന്നത് n വരെ, ഐയുടെ വാല്യൂ മാറുന്നേ. അപ്പൊ ആദ്യം a raised to എഴുതാമല്ലോ, a raised to I എന്ന് എഴുതാമല്ലോ. a raised to I ഡിവൈഡഡ് ബൈ അല്ലേ, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ഞാൻ പറഞ്ഞു ഫാക്ടോറിയലിന് നിങ്ങൾ കോഡ് എഴുതണ്ട, നമുക്ക് ഈ മാത്ത് ഡോട്ട് ഫാക്ടോറിയൽ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ മാത്ത് ഡോട്ട് ഫാക്ടോറിയൽ ഓക്കെ, മാത്ത് ഡോട്ട് ഫാക്ടോറിയൽ ഓഫ് എന്തിന്റെ ഫാക്ടോറിയൽ 2 അല്ലേ. 2 മാത്ത് ഡോട്ട് ഫാക്ടോറിയൽ ഓഫ് 2. ഓക്കെ, ഇപ്പം a raised to 2 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ കിട്ടി അല്ലേ. 2 ഫാക്ടോറിയൽ കിട്ടി. ഓക്കെ, മാത്ത് ഫാക്ടോറിയൽ നമുക്കൊന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനുണ്ട് ഇവിടെ. ഓക്കെ, അപ്പം 2 ഫാക്ടോറിയൽ ഈ ടേം കിട്ടി, ഒരു ഫസ്റ്റ് ടേം കിട്ടി. ആ കിട്ടിയ ടേമിനെ നമുക്ക് സമ്മിലേക്ക് ആഡ് ചെയ്യണം. സമ്മിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പേ സൈൻ കറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ അല്ലേ. അപ്പൊ നമുക്ക് പുതിയ സം ഈസ് ഈക്വൽ ടു പഴയ സം പ്ലസ് സൈൻ ഇൻറ്റു
സൈൻ ഇൻറ്റു ടേം. അല്ലേ? പ്ലസ് സൈൻ ഇൻറ്റു ടേം. ഇനി സൈൻ മാറ്റി കൊടുക്കണം അല്ലേ? പുതിയ സൈൻ ഈസ് ഈക്വൽ ടു പഴയ സൈൻ ഇൻറ്റു -1. വർക്ക് ആവുന്നുണ്ടോ നോക്കി, വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഒരു എസ് അടിച്ചേക്ക് കേട്ടോ. ഡൺ അടിക്കാത്തവർ വർക്ക് ആയിട്ടുണ്ടെങ്കിൽ എസ് അടിക്കും. ഓ, ഇവിടെ 2 എന്ന് കൊടുക്കാൻ പറ്റില്ല, ഇവിടെ ഐ എന്ന് കൊടുക്കണം കേട്ടോ. സോറി, ഇവിടെ ഐ. കാരണം ഐ മാറുന്ന അനുസരിച്ച് ഈ സംഭവം മാറണ്ടേ. ഇവിടെ ഐ എന്ന് കൊടുക്കണം. എന്തുകൊണ്ടാണ് ഐ? എ റൈസ് ടു ഐ. ഐ 2 അല്ലേ? ഇനി ഫാക്ടോറിയൽ കാണേണ്ട 2. അടുത്ത പ്രാവശ്യം നമ്മൾ ഐ നോക്കാം. ഐ ഇങ്ങനെ മാറി മാറി വരിക. ഐ ഈക്വൽ ടു 1 ആവുമ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കും. സോറി, ഐ ഈക്വൽ ടു 2 ആവുമ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കും. കാരണം ഫസ്റ്റ് 2 അല്ലേ. ഐ ഈക്വൽ ടു 4 ആവുമ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കും. ഐ ഈക്വൽ ടു 6 ആവുമ്പോൾ ഇത് കണ്ടുപിടിക്കും. അതുകൊണ്ട് എ റൈസ് ടു ഐ ബൈ മാത്ത് ഫാക്ടോറിയൽ 5 എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. ഐ ഈക്വൽ ടു n ആവുമ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കും. അങ്ങനെയാണേ ഇത് പോകുന്നത്. 2 വെച്ച് സ്കിപ്പ് ചെയ്താ പോകുന്നത്. 1 ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് 2, 4, 6 എന്ന് പറഞ്ഞിട്ട് ആ ലൂപ്പ് പോകുന്നത് കേട്ടോ. കിട്ടിയെങ്കിലും ഒരു എസ് അടിച്ചേക്കണേ. കഴിഞ്ഞോടാ? ഈ മാത്തിലോട്ട് ഫാക്ടോറിയൽ നമുക്ക് അടിക്കാൻ പറ്റിയത് ഈ മാത്ത് എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അതാണ് ഫസ്റ്റ് ലൈനിൽ എഴുതിയേക്കുന്നത്, ഇമ്പോർട്ട് മാത്ത്. അല്ലെങ്കിൽ അത് സമ്മതിക്കത്തില്ല. ആ മാത്ത് എന്ന് പറഞ്ഞ ഹെഡർ ഫയലിൽ ഫാക്ടോറിയൽ ഡയറക്റ്റ്ലി കാണാനുള്ള മെത്തേഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? കഴിഞ്ഞില്ലേ? മാറ്റട്ടെ? ഓക്കെ, മാറ്റുവാണേ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതും കൂടെ ചെയ്തോളൂ. നമുക്ക് അടുത്തത് ഇനി പാറ്റേൺ. ആ പാറ്റേൺ നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായോ? ഇത് TCS ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടോ? റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ nth term of the series shown below. nth term of the series shown below where the odd positions follow Fibonacci sequence. ഇവിടെ കുറെ സാധനങ്ങൾ ഞാൻ നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബ്ലാക്ക് കളർ മാത്രമേ ഉള്ളൂ, ബ്ലാക്ക് കളർ നമ്പേഴ്സ് മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ബാക്കി ഞാൻ റെഡ് കളറിലേക്ക് ഇട്ട് വെച്ചേക്കുന്നത് ആ സീരീസിന്റെ എണ്ണമാണ്. ഓക്കെ, ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ, സീരീസിലെ ടേംസിന്റെ എണ്ണമാണ് കേട്ടോ. 5ാമത്തെ നമ്പർ 6, 7, 8, 9, 10 അങ്ങനെ എണ്ണ ഇട്ട് വെച്ചേക്കുക. അപ്പൊ ഇവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട്. 1, 2, 1, 3, 2 ബ്ലാക്ക് കളറിലുള്ളതാണ് സീരീസ്. എന്നിട്ട് അവന്മാർ പറഞ്ഞേക്കുക അതിന്റെ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 1ാമത്തത് എന്താണ്? ഫിബനോക്കിയാണ് കേട്ടോ. ഞാൻ ഈ എഫ് എന്ന് എഴുതി വെച്ചേക്കുന്ന എല്ലാം ഫിബനോക്കിയ. ഇത് ഫിബനോക്കിയ, റൗണ്ട് ചെയ്യാം. ഇത് ഫിബനോക്കിയ, ഇത് ഫിബനോക്കിയ, ഇത് ഫിബനോക്കിയ സീരീസാ, ഫിബനോക്കി സീരീസ്. ഓക്കെ, അതല്ല, ഇത് ഫിബനോക്കി സീരീസ്, ഇത് ഫിബനോക്കി, ഇത് ഫിബനോക്കി, ഇത് ഫിബനോക്കി, ഇത് ഫിബനോക്കി. എങ്ങനെ, എന്തുകൊണ്ട് മനസ്സിലായി അത് ഫിബനോക്കിയാന്ന്? ഈ ഫിബനോക്കിയുടെ കേസിൽ ഇത് ഫസ്റ്റ് 2, ഈ 2 എണ്ണം കൂട്ടുന്നതാണ് അടുത്തത് അല്ലേ? 1 + 1 ആണ് 2.
ഈ 2ഉം 1ഉം കൂടെ കൂട്ടുന്നതാണ് 3. ഈ 3ഉം 2ഉം കൂടെ കൂട്ടുന്നതാണ് 5. 5ഉം 3ഉം കൂടെ കൂട്ടുന്നതാണ് 8. 8ഉം 5ഉം കൂടെ കൂട്ടുന്നതാണ് 13. 13ഉം 8ഉം ആണ് 21. ഓക്കെ ആണല്ലോ. ആ ഓഡ് നമ്പർ ഓഫ് എലമെന്റ്സ് എല്ലാം, ഓഡ് നമ്പറിൽ വരുന്ന എല്ലാം എന്താണ്? ഫിബനോക്കിയാണ്. ഈവൻ നമ്പറിൽ വരുന്ന ആ സീരീസിൽ ഈവൻ നമ്പറിൽ വരുന്ന എല്ലാം എന്താണ്? പ്രൈം ആണ് അല്ലേ? 2 2 മിനിമം മോസ്റ്റ് പ്രൈം. 2 പിന്നെ 3 5 7 11 13 ഇതെല്ലാം പ്രൈം അല്ലേ? 13 17 അല്ലേ? 2 3 5 7 11 13 17 19 ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ക്വസ്റ്റ്യനിൽ? വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ച് അൺമ്യൂട്ട് ചെയ്ത്. ഇവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ഇവിടെ നോക്കിക്കോളൂ കേട്ടോ. മെയിൻ ഫംഗ്ഷൻ ഞാൻ 3ആയിട്ട് എഴുതിയേക്കുന്നേ. നിങ്ങൾ കേത്ത് ഫിബ് എന്ന് പറയുന്ന ഡെഫിനിഷൻ എഴുതിയിട്ട് അതിന്റെ ഫംഗ്ഷൻ എഴുതണം. ഈസ് പ്രൈമിന് ഒരു ഫംഗ്ഷൻ എഴുതണം, കേത്ത് പ്രൈമിന് ഒരു ഫംഗ്ഷൻ എഴുതണം. ഇതിന്റെ അടിയിൽ മെയിൻ എഴുതണം. ഇവിടെ മെയിൻ എഴുതാൻ ഇവിടെ അടിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വലത്തേക്ക് എഴുതിയെന്നേ ഉള്ളൂ. n ഈസ് ഈക്വൽ ടു, ഇപ്പം നമുക്കിപ്പം 14 എന്ന് പറയുന്ന n 14 വിചാരിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. n 14 വിചാരിക്കും. 14 ഇതാണ് സംഭവം. ഓക്കെ, 14 ആ 14 വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാവണം? ഇവൻ ചോദിച്ചേക്കുന്നത് ഒരു പ്രൈം നമ്പർ ആണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ആ പർട്ടിക്കുലർ ടേം ആണ് നമുക്ക് കിട്ടണ്ടേ. ഈ 17 കിട്ടണ്ടേ അല്ലേ? 14 എന്ന് പറയുന്ന ഒരു നമ്പർ തന്നാൽ ആ സീരീസിൽ 14ാമത്തെ നമ്പർ അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേത്ത് അല്ലേ? ആ ഫിബനോക്കിയും പാറ്റേണും പ്രൈം മാറി മാറി വരുമല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലാവണം ഇത് ഈവൻ ആണെങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പ്രൈം ആണ്. ഈവൻ ആണെങ്കിൽ പ്രൈം ആണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പർ മേ ബി 15 ആണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ നമ്പർ 15 ഓഡാണ്, അപ്പൊ അത് ഫിബനോക്കിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അല്ലേ? അപ്പൊ നമ്മൾ ഈ 14 വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. 14 കിട്ടി, അത് പ്രൈം ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാ? 14 ഈവൻ ആണെങ്കിൽ പ്രൈം ആണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് ഓഡ് ആണെങ്കിൽ എന്താണ്? ഫിബനോക്കിയാണ്. ഓക്കെ, അപ്പൊ 14 നമ്മൾ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കോഡ് ഇട്ടു. n mod 2 ഈസ് ഈക്വൽ ടു 1. ഓഡ് ആണെങ്കിൽ ഫിബനോക്കിയാണ്, ഈവൻ ആണെങ്കിൽ പ്രൈം ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി ആ 14 നിങ്ങൾക്ക് പ്രൈം ആണെന്ന് കിട്ടിയെന്ന് വിചാരിക്കും. ഈവൻ ആയതുകൊണ്ട് പ്രൈം ആണെന്ന് കിട്ടി. പക്ഷെ നിങ്ങൾക്ക് ഈ 14 കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 14ാമത്തെ പ്രൈം അല്ലല്ലോ വേണ്ടത്. നിങ്ങൾക്ക് എത്രാമത്തെ പ്രൈം ആണ് വേണ്ടത്? 1ാമത്തെ പ്രൈം അല്ലേ? ഇത് 1ാമത്തെ പ്രൈം, 2ാമത്തെ പ്രൈം, 3 4 5 6 7ാമത്തെ പ്രൈം നമ്പർ. അത് 14 എന്ന് പറഞ്ഞ നമ്പർ തന്നു. അത് 7ാമത്തെ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 17 കണ്ടുപിടിക്കേണ്ടത്. ഈ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ബ്ലാക്ക് കളറിലുള്ള നമ്പർ ആ ടേം. അപ്പൊ 17 എന്ന് പറയുന്നത് 14ന്റെ പകുതി, ആ 7th ടേം ആണ്, 7th പ്രൈം ആണ് അല്ലേ? 1 2 3 4 5 6 7 7th പ്രൈം ആണ്. അതുകൊണ്ട് നമ്മൾ എത്രാമത്തെ പ്രൈം ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ എന്നിന്റെ പകുതി എടുക്കണം. എന്നിന്റെ പകുതി. ഈവൻ ആണെങ്കിൽ ചുമ്മാ 14/2 7th ആണെന്ന് കിട്ടും. 7th പ്രൈം ആണെന്ന് കിട്ടും. ഇനി ഫിബനോക്കി ആണെങ്കിൽ നമുക്ക് ഓഡ് നമ്പർ ആയിരിക്കുമല്ലോ. ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് നോക്കാം. 13നെ /2 ചെയ്ത എത്രയാ? 6 6.5 അല്ലെ? 6 ഇന്റിജർ ഡിവിഷൻ ചെയ്ത 6. ഈ 13 എന്ന് പറഞ്ഞ നമ്പർ നിങ്ങൾക്ക് തന്ന ഫിബനോക്കിയാണ്. നമുക്ക് വേണ്ടത് ഈ കറുത്ത കളറിലെ 13 എന്ന് പറഞ്ഞ നമ്പറാ. അത് എത്രാമത്തെ ഫിബനോക്കി? 6ാമത്തെ ഫിബനോക്കി ആണോ? 1 2 3 4 5 6 7ാമത്തെ ഫിബനോക്കിയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? n/2 + 1 കൂടെ കൊടുക്കണം. 7th ഫിബനോക്കിയാണത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? ഈവൻ ദോ നമ്മൾ ഇത് മിക്സ് ആയിട്ട് കിടന്നാലും നമ്മൾ അത് കണ്ടുപിടിച്ചു. ഫിബനോക്കി ആണോ ഇല്ലയോ എന്ന് ആദ്യം നോക്കണം അല്ലേ? ഓഡ് ആണെങ്കിൽ കേത്ത് ഫിബനോക്കിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? തന്നിരിക്കുന്ന നമ്പർ n ഓഡ് ആണെങ്കിൽ കേത്ത് ഫിബനോക്കിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈവൻ ആണെങ്കിൽ കേത്ത് പ്രൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ആ സീരീസിന്റെ അകത്ത് ആ പർട്ടിക്കുലർ, അതായത് 14 എന്ന് പറഞ്ഞാൽ 14ാമത്തെ ടേം, അത്
എന്താന്നാ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ എല്ലാ നമ്പറിലും കണ്ടിന്യൂസ് ആയിട്ട് വരാത്തത് കൊണ്ട് ഒന്നിടവിട്ടല്ലേ വരുന്നത്. അപ്പൊ അതിന്റെ പകുതി ഉണ്ടാവുള്ളൂ. അതായത് 14 നമ്പർ എങ്കിൽ 7ാമത്തെ ടേം ആയിരിക്കും എന്ത്, 7ാമത്തെ പ്രൈം നമ്പർ ആയിരിക്കും അത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ n/2 എന്ന് എഴുതുന്നത് കേട്ടോ. k = n/2. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ kth ഫിബും കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ kth പ്രൈമും കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന് ട്രൈ ചെയ്യാവോ നോക്കിക്കേ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നീ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചോടാ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഞാൻ കോഡ് കാണിച്ചു തരാം. ഇനി ഇത്രയും കോഡ് എഴുതാൻ വയ്യ, കോഡ് കാണിച്ചു തരാം. ഈ കോഡിൽ എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചേ. കോഡിലോ കോൺസെപ്റ്റിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ചോദിക്കാതിരിക്കരുത് കേട്ടോ. അത് എഴുതി പാസ്സാക്കുക, കോഡ് എഴുതി പാസ്സാക്കുക. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫിബനോക്കി നമ്മൾ പഠിച്ചിട്ടുള്ളതാ ഇല്ലേ? ഫിബനോക്കി പഠിച്ചിട്ടുള്ളതാ, ഈസ് പ്രൈം പഠിച്ചിട്ടുള്ളതാ. kth പ്രൈം മാത്രമേ ആദ്യമായിട്ടുള്ളൂ കേട്ടോ. നോക്കിക്കേ, മനസ്സിലാവുന്നുണ്ടോ നോക്കിക്കേ. kth പ്രൈം എന്ന് പറഞ്ഞാൽ 5ാമത്തെ പ്രൈം. ഫസ്റ്റ് പ്രൈം നമ്പർ എത്രയാ? 2. അപ്പോൾ ഒരു കൗണ്ട് ഇട്ട് കൊടുത്താൽ പോരെ. ഫസ്റ്റ് പ്രൈം 2. അതുപോലെ 5ാമത്തെ പ്രൈം നമ്പർ വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമ്പർ ഇങ്ങനെ കൂട്ടി കൂട്ടി പോയാൽ പോരെ. 2 നോക്കണം പ്രൈം ആണോ എന്ന്, പിന്നെ 3 നോക്കണം പ്രൈം ആണോ എന്ന്, 4 നോക്കണം, 5 നോക്കണം അല്ലേ? അങ്ങനെ 5ാമത്തെ പ്രൈം എത്തുമ്പോൾ ബ്രേക്ക് ചെയ്യണം അല്ലേ? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒരു എസ് അടിക്കൂ. കൺഫ്യൂഷൻ ഉള്ളവർ ചോദിക്കൂ. ഇത് TCS ചോദിച്ചതാ കേട്ടോ. ഈ ഫംഗ്ഷൻ എല്ലാം എഴുതിയിട്ടേ ഈ മെയിൻ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ഇവിടെയാണ് കൊണ്ട് എഴുതേണ്ടത് കേട്ടോ. ഈ മെയിൻ ഇവിടെ എഴുതണം. ഇവിടെ ഓക്കെ, ഡെഫിന്റെ അടിയിൽ. പാസ്സായെങ്കിൽ രസം അടിച്ചോ കേട്ടോ. മനസ്സിലാവാത്തവർ ചോദിച്ചേ. എന്തായി, ആർക്കെങ്കിലും കിട്ടിയോ? എടാ കോഡ് മനസ്സിലായോ? അഭിരാമി, കോഡ് മനസ്സിലായോ? കൺഫ്യൂഷൻ ഇല്ല. നികിത കിട്ടിയല്ലേ? ഓക്കെ, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കണേ. ആ സീരീസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. സീരീസ് ഫിബനോക്കിയും പ്രൈമും മിക്സ് ചെയ്ത് കിടക്കുന്ന സീരീസാ. അതിനകത്ത് 5ാമത്തെ ടേം എത്രയാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ 25ാമത്തെ ടേം. അപ്പൊ നമുക്ക് മനസ്സിലാവണം 25ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയായിരിക്കും. ഫിബനോക്കിയും പ്രൈമും ആണ്. അപ്പൊ 25ന്റെ പകുതിയാമത്തെ പ്രൈം ആയിരിക്കും. 25 ഓഡ് നമ്പർ ആയതുകൊണ്ട് അതെന്തായിരിക്കും? 25 ഓഡ് നമ്പർ ആണെങ്കിൽ ഫിബനോക്കി, ഈവൻ നമ്പർ ആണെങ്കിൽ പ്രൈം ആണ്. ഓക്കെ, 25 ഓഡ് നമ്പർ ആയതുകൊണ്ട് 25ാമത്തെ ഫിബനോക്കി അല്ല, 25ന്റെ പകുതിയാമത്തെ ഫിബനോക്കിയാണ്. പകുതിയാമത്തെ എന്ന് പറയുന്നത് കാരണം എന്താ? കാരണം പ്രൈമും ഫിബനോക്കിയും കൂടെ മിക്സ് ചെയ്ത് കിടക്കുമല്ലേ. അപ്പോൾ അതിന്റെ പകുതി കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്തോ. ഈ കോഡ് കോപ്പി ചെയ്യാവോ? കോഡ് ഫോട്ടോ എടുക്കാവോ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാറ്റേൺ തുടങ്ങാം കേട്ടോ. ഈ കോഡ് നോക്കിയിട്ട് സബ്മിറ്റ് ചെയ്തോളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ് ചോദിച്ചു, ഞാൻ റെഡിയാക്കി തരാം. ഓക്കെ അല്ലേ?
കോഡിന്റെ ഫോട്ടോ എടുത്തോ. കോഡിന്റെ ഫോട്ടോ എടുത്തിട്ട് ചെയ്തോളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നാളെ ചോദിക്കുക കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തോ എല്ലാവരും. ഓക്കെ ആയോ? എടുത്തോ? ഓക്കെ. നോക്കിയിട്ട് പാസ്സായില്ലെങ്കിൽ നമുക്ക് നാളെ നോക്കാം കേട്ടോ. പാസ്സാക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. എവിടെയെങ്കിലും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ നാളെ നോക്കാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്താലോ? ഈ ഫിബ് കണ്ടുപിടിക്കുന്നതും പ്രൈം കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.